കേരളത്തിലെ നസ്രാണികൾക്കിടയിൽ തനത് പരമ്പരാഗത ഭക്താനുഷ്ഠാനമായ പിണ്ടികുത്തി തിരുനാൾ ഈ ദിവസങ്ങളിൽ ജനുവരി 5, 6, 7 തീയതികളിൽ കൊണ്ടാടുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ക്രിസ്തുമസ് കഴിഞ്ഞ് 13-ാം ദിവസം, അതായത് ജനുവരി 6-ാം തീയതി. സാധാരണയായി 5-ാം തീയതി വൈകിട്ട് പിണ്ടികുത്തി പിണ്ടി തെളിയിച്ച് 6-ാം തീയതി പുലർച്ചെയും അന്ന് വൈകിട്ടും 7-ാം തീയതി പുലർച്ചെയും ഉൾപ്പെടെ 4 തവണ പിണ്ടി തെളിയിക്കുന്ന ആചാരം പരമ്പരാഗത ക്രിസ്തീയ കുടുംബങ്ങളിലുണ്ട്. കേരളത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറിയ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാചാരമായി പിണ്ടികുത്തി തിരുനാളിനെ കാണാം. ദീപങ്ങളുടെയും അത് പരത്തുന്ന പ്രകാശത്തിൻ്റെയും തിരുനാളാണ് പിണ്ടികുത്തി തിരുനാൾ. അങ്ങനെയാണ് പൊതുവെ പിണ്ടികുത്തി തിരുനാൾ അറിയപ്പെടുന്നത്. ജനുവരി 5-ാം തീയതി ഉച്ചതിരിയുമ്പോൾ തന്നെ വാഴപ്പിണ്ടി അതിൻ്റെ പുറംപോളകളൊക്കെ നീക്കി ഭംഗിയാക്കിയ ശേഷം പള്ളിമുറ്റത്തും വീട്ടുമുറ്റത്തും കുത്തി വർണ്ണക്കടലാസുകളും തെങ്ങോലകളും കൊണ്ട് വർണ്ണാഭമാക്കുന്നു. പിന്നീട് വൈകിട്ട് മൺചിരാതുകളും തിരികളും സജ്ജീകരിച്ച് ദീപാലങ്കാരം നടത്തുന്നു. കത്തോലിക്ക കുടുംബങ്ങളിൽ വൈകിട്ട് ഭക്തിയോടെ അർപ്പിക്കപ്പെടുന്ന കുടുംബ പ്രാർത്ഥനയോട് ചേർന്നും പള്ളികളിൽ റംസാ പ്രാർത്ഥനയോടും ചേർന്ന് വളരെ ആഘോഷമായി തന്നെയാണ് പരമ്പരാഗതമായി പിണ്ടി തെളിയിക്കൽ നടത്താറ്. പള്ളികളിൽ ബഹുമാനപ്പെട്ട വൈദികരും കുടുംബങ്ങളിൽ കുടുംബനാഥനും തിരി തെളിയിക്കുന്നതിന് കാർമ്മികത്വം വഹിക്കുന്നു. കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രദക്ഷിണ ഗീതം, എൽപ്പയ്യ ഗീതം ആലപിച്ചുകൊണ്ട് പിണ്ടിയിലുള്ള ബാക്കി തിരികളും പരിസരത്തിൽ അലങ്കരിച്ചിരിക്കുന്ന മറ്റ് ദീപങ്ങളുമൊക്കെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് തെളിയിക്കുന്നു. തുടർന്ന് പിറ്റേ ദിവസം, അതായത് 6-ാം തീയതി പുലർച്ചെയും അന്ന് വൈകിട്ടും 7-ാം തീയതി പുലർച്ചെയും ഉൾപ്പെടെ ആകെ 4 തവണ പിണ്ടി തെളിയിക്കുന്നു. സുറിയാനി പാരമ്പര്യം അവകാശപ്പെടുന്ന ലോകമെമ്പാടുമുള്ള നസ്രാണികൾ ഭക്തിപൂർവ്വം ഈ അനുഷ്ഠാനത്തിൽ പങ്കുചേരുന്നു. ദനഹ എന്ന സുറിയാനി വാക്കിൻ്റെ മലയാള അർത്ഥം ഉദയം, പ്രകാശം എന്നൊക്കെയാണ്. മിശിഹായുടെ മനുഷ്യത്വത്തിൽ പരിശുദ്ധ ത്രിത്വം പ്രകാശപൂരിതമാകുന്നതിന് സുവിശേഷത്തിൽ മിശിഹായുടെ ജോർദാൻ നദിയിലെ മാമോദീസ വേള സുവ്യക്തമായ സാക്ഷി നൽകുന്നുണ്ട്. സ്നാപയോഹന്നാനിൽ നിന്നുള്ള മിശിഹായുടെ യോർദാൻ നദിയിലെ മാമോദീസായെ അനുസ്മരിച്ച് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷീകരണം അനുസ്മരിക്കുകയാണിവിടെ. ദനഹ തിരുനാളിൽ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് കുളത്തിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ ഇറങ്ങി ആചാരക്കുളി, അതായത് പാലായിലൊക്കെ രാക്കുളി പെരുന്നാൾ എന്ന പേരിൽ നടത്തുന്ന ഒരു പതിവ് നസ്രാണി പൂർവികർക്കിടയിലുണ്ടായിരുന്നു. ലോകത്ത് മറ്റൊരിടത്തും ഇത്തരത്തിൽ വ്യാപകമായി ദനഹ തിരുനാൾ പ്രകാശപൂരിതമായി, അതായത് ഈ പിണ്ടിയൊക്കെ തെളിയിച്ച് ആഘോഷിക്കുന്ന പതിവില്ല. ഒരു പരിധിവരെ സുറിയാനി കത്തോലിക്ക സഭയുടെ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഇന്നിൻ്റെ ഉദാഹരണം കൂടിയാണ് മിശിഹ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രഘോഷിക്കുന്ന ഈ പിണ്ടികുത്തി തിരുനാൾ. സമയം വില പറയുന്ന തിരക്കുകളുടെയും അതിൻ്റെ അതിപ്രസരത്തിൻ്റെയും ഈ കാലത്തും ഭൂരിഭാഗം നസ്രാണി കുടുംബങ്ങളിലും ഈ ആചരണം നടത്തുന്നു എന്നത് സുറിയാനി പാരമ്പര്യം അവകാശപ്പെടുന്ന കത്തോലിക്ക സഭയുടെ പൈതൃക സംരക്ഷണത്തിന്റെ മികച്ച ഒരു ഉദാഹരണം കൂടിയാണ്. ഈ നാടിന്റെ സംസ്കാരവുമായി അവർ എത്രത്തോളം ഇഴുകിച്ചേർന്നു എന്നതിന്റെ അടയാളം കൂടിയാണിത്. ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ഈശോ മിശിഹ സ്നാപക യോഹന്നാനിൽ നിന്ന് അനുതാപത്തിന്റെ മാമോദീസ സ്വീകരിച്ച ദനഹ തിരുനാളിന്റെ പാരമ്പര്യ ആചരണമാണ് പ്രത്യക്ഷീകരണ തിരുനാൾ എന്നുകൂടി അറിയപ്പെടുന്ന പിണ്ടികുത്തി തിരുനാൾ. ചിലയിടങ്ങളിൽ ഈ തിരുനാൾ ആഘോഷം രാക്കുളി പെരുന്നാൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു, പാലായിലും അതുപോലെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെ പലയിടങ്ങളിലും ഈ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. മധ്യ കേരളത്തിൽ തന്നെ വളരെ വിശാലമായി ഈ തിരുനാൾ ആചരിക്കുന്ന പതിവ് നിലവിലുണ്ട്. ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ പള്ളിയിലെ പിണ്ടികുത്തി പെരുന്നാളും തൃശ്ശൂരിലെ തന്നെ ചിറ്റാട്ടുകര പള്ളിയിലെ കമ്പിടി തിരുനാളും പ്രസിദ്ധമാണ്. പ്രായോഗികമായി പറഞ്ഞാൽ ലോകത്തിൻ്റെ പ്രകാശമായി തീർന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള അവസരമായാണ് പിണ്ടികുത്തി തിരുനാളിനെ ക്രൈസ്തവർ നോക്കിക്കാണുന്നത്. ക്രിസ്തു മഹത്വത്തിൻ്റെ വെളിച്ചം വിശ്വാസികളിലേക്ക് പകരാൻ ഉതകുന്ന ഒന്നുകൂടിയാണ് ഈ ദനഹ തിരുനാൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം നന്മയുടെ വെള്ളി വെളിച്ചത്തിൽ പ്രകാശപൂരിതമാകേണ്ടതുണ്ട്. അത്തരമൊരു ചൈതന്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ഈ ആഘോഷങ്ങളുടെയൊക്കെ യഥാർത്ഥ മാനം നമുക്ക് കൈവരിക്കാനാകൂ. അങ്ങനെയെങ്കിൽ പൂത്തിരിയും മൂളിയും കത്തിച്ചും പടക്കം പൊട്ടിച്ചുമുള്ള മലയാളിയുടെ പതിവ് വെടിക്കെട്ട് ആഘോഷം എന്നതിനപ്പുറത്തേക്ക് ക്രിസ്തു ചൊരിഞ്ഞ വെളിച്ചത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള സാഹചര്യമാണ് ദനഹ തിരുനാളിൽ ഒരുക്കേണ്ടത്. എല്ലാവർക്കും ദനഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവത്തിന് സ്തുതി.